ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ പേര് ബിജു കൃഷ്ണൻ ഫ്രം മണ്ണാർക്കാട്. എല്ലാവർക്കും വിന്നിംഗ് ടീമിന്റെ കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റിക്ക് സ്വാഗതം. നമുക്കറിയാം, ഇന്ന് കാലഘട്ടം മാറിയിരിക്കുകയാണ്. പലതും ഡിജിറ്റലൈസ്ഡ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇന്ന് എല്ലാ മേഖലയിലും ഈ ഒരു സാധ്യത കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ ഡെലിവറി മേഖലയായാലും എല്ലാം തന്നെ ഡിജിറ്റൽ മേഖല ശക്തമായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കെന്നാൽ ഇന്ന് നമുക്കിവിടെ ചെക്ക് ചെയ്യാം, ഡിജിറ്റലൈസ്ഡ് ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു ഇൻകം വാങ്ങിയെടുക്കാം, എങ്ങനെ ഒരു വരുമാനം നേടിയെടുക്കാം, വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് വരുമാനം നേടിയെടുക്കാൻ പറ്റിയ ഒരു അവസരം നമുക്ക് ഇവിടെ ഉണ്ട്. നമുക്ക് ഈ അവസരം ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ എല്ലാം ഗ്രേറ്റ് ലീഡറായ അഫ്സൽ സാറാണ്, ഫ്രം പൊന്നാനിയിൽ നിന്നും. അഫ്സൽ സാർ കൂടുതലായിട്ട് ഇതിന്റെ വിശദാംശങ്ങൾ നൽകുന്നതാണ്. അഫ്സൽ സാർ, പ്ലീസ് വെൽക്കം. Good morning. Good morning all of you. നിങ്ങൾ ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. ഹോസ്റ്റ് ആക്കിയവർക്കൊക്കെ അൺമ്യൂട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു. എല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എന്നെ പരിചയപ്പെടുത്തി, എൻ്റെ പേര് അഫ്സൽ അഹമ്മദ് ആണ്, സ്ഥലം പൊന്നാനിയാണ്. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ഡിജിറ്റൽ കമ്മ്യൂണിറ്റി കൊമേഴ്സ് എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനന്ത സാധ്യതയുള്ള ഒരു മേഖലയെ കുറിച്ചാണ്. ഇവിടെ എം സി സൂചിപ്പിച്ചതുപോലെ ഡിജിറ്റലൈസേഷൻ വളരെ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെ നല്ലൊരു ഇൻകം നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. സ്ക്രീൻ വിസിബിൾ ആണോ? Yes sir, visible ആണ്. ഓക്കെ, താങ്ക് യു. ഡിജിറ്റൽ കമ്മ്യൂണിറ്റി കൊമേഴ്സ്, ഇതാണ് നമ്മുടെ ടോപ്പിക്. നമുക്കറിയാം, ഡിജിറ്റലൈസേഷനും ഓട്ടോമേഷനും വളരെ ശക്തമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഡിജിറ്റലൈസേഷൻ എത്രത്തോളം ശക്തമായി എന്ന് ചോദിച്ചാൽ ഇന്ന് എല്ലാ മേഖലയും വളരെ ശക്തമായി കൊണ്ടിരിക്കുക. നമുക്കറിയാം, ഇന്ന് ഇന്റർനെറ്റ് പ്രാണവായു പോലെ, ഇന്റർനെറ്റ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല എന്നുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് മാറി എന്നുള്ളതാണ്. അത്രക്കും ഡിജിറ്റലൈസേഷൻ വളരെ ശക്തമായി എന്നുള്ളതാണ്. ഇങ്ങനെയാണെങ്കിൽ ഓട്ടോമേഷൻ അതിലേറെ ശക്തമായി കൊണ്ടിരിക്കുക. മനുഷ്യനെ പൂർണ്ണമായും തുടച്ചു നീക്കി മനുഷ്യന് പകരം തൽസ്ഥാനത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ എങ്ങനെ പരിപോഷിപ്പിച്ചുകൊണ്ട് ശക്തമായ ഓട്ടോമേഷൻ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് ലോകം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖലയിലും ഇന്ന് ഓട്ടോമേഷൻ വളരെ ശക്തമായി കൊണ്ടിരിക്കുക. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്, ഒരു ഫാക്ടറിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മനുഷ്യന്മാരെ കാണാൻ സാധിക്കുന്നില്ല. അവിടെ മറിച്ച് മനുഷ്യന് പകരം മനുഷ്യനേക്കാൾ എഫിഷ്യൻസി ആയിട്ട് വർക്ക് ചെയ്യുന്ന റോബോട്ടുകളും മറ്റുമാണ്. ഇവർക്ക് കൂലി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ ഒഴിവിന്റെ ആവശ്യമില്ല. ഒരു മനുഷ്യൻ 10 ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്കുകൾ വെറും മണിക്കൂറുകൾ കൊണ്ട് മനുഷ്യനേക്കാൾ എഫിഷ്യൻസി ആയിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹോട്ടലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, റെസ്റ്റോറന്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ വെയിറ്റർ മുതൽ സപ്ലയർ, കുക്ക് ഒക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അതുപോലെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പ്രവേശിച്ചാൽ അവിടെ സെയിൽസ് മാൻ ഇല്ല, സെയിൽസ് ഗേൾ ഇല്ല, കാഷ്യർ ഇല്ല, മാനേജർ ഇല്ല. അതെല്ലാം, അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് റോബോട്ടുകളാണ്. അതുപോലെ തന്നെ ഡ്രൈവർലെസ് കാർ ഇറങ്ങുമ്പോൾ നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി ഉറങ്ങിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വായിച്ചുകൊണ്ട് മൊബൈൽ നോക്കിക്കൊണ്ടൊക്കെ നമുക്ക് വളരെ സുഖകരമായി യാത്ര ചെയ്യാം. നല്ലൊരു സംവിധാനമാണ്. പക്ഷെ ഇവിടെ ഈ ഒരു സംവിധാനം സജീവമാവുന്നതോടുകൂടി സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മേഖലയിലുള്ള ആളുകളുടെ ജോലി തന്നെ നഷ്ടപ്പെടുകയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതൊക്കെ സാധാ ആളുകളുടെ അവസ്ഥയാണ്. തൊഴിൽ മേഖലയിൽ കാണല്ലോ ഈ പ്രശ്നം.
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രവർത്തിക്കുന്നത് വെറും തൊഴിൽ മേഖലയിൽ മാത്രമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽ മേഖലകളാണ് മെഡിക്കൽ മേഖല, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് മേഖല. ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് എൻ്റർ ചെയ്യുന്ന ഒരു മേഖലയാണിത്. ആ മേഖലയിൽ പോലും ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തിളങ്ങി നിൽക്കുകയാണ്. ഇപ്പോ സർജൻ അല്ലെ, വലിയ വലിയ സർജറി ചെയ്യുന്നതൊന്നും സാധാ ഡോക്ടേഴ്സ് അല്ല, ഇപ്പോ റോബോട്ടുകളാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കഴിവ് ഉപയോഗിച്ചുകൊണ്ടുള്ള റോബോട്ടുകളാണ് ഇന്ന് സർജറി ചെയ്തുകൊണ്ടിരിക്കുന്നത്, മേജർ സർജറികളൊക്കെ. അതുമാത്രമല്ല, ഇന്ന് എഞ്ചിനീയറിംഗ് മേഖലയിലെ എല്ലാ വർക്കുകളും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അപ്പൊ ഇനി വരുന്ന കാലഘട്ടം നമ്മുടെ തൊഴിൽ മേഖല അല്ലെങ്കിൽ പ്രൊഫഷണൽ, അതിന്റെ സാധ്യത മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കേവലം ഒരു ജോലി കൊണ്ട് മാത്രം ഇനി നമുക്ക് മുന്നോട്ട് പോകുക അസാധ്യമാണ് എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ. ഓട്ടോമേഷൻ സജീവമാവുന്നതോടുകൂടി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സജീവമാവുന്നതോടുകൂടി ഇവിടെ സംഭവിക്കുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കണം, വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കോമ്പറ്റീറ്റീവ് വേൾഡിൽ നമുക്ക് ഇനി രക്ഷപ്പെടാൻ നമ്മുടെ മുന്നിൽ എന്താണ് മാർഗം? അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കണം, കോസ്റ്റ് ഓഫ് ലിവിങ്. 1960കളിൽ ഒരു ഫാമിലിക്ക് നന്നായി ജീവിക്കുവാൻ എന്ന് പറഞ്ഞാൽ വെറും ഭക്ഷണം കഴിക്കുക മാത്രമല്ല, A to Z ചെലവുകൾ, അതിന് വെറും 100 രൂപ ഉണ്ടെങ്കിൽ നന്നായി നടക്കുമായിരുന്നു ഒരു മാസം. അത് 1980കളിലേക്ക് എത്തിയപ്പോൾ 100 രൂപയുടെ മൂല്യത്തിന് പകരം അത് 1000 രൂപയായി മാറി. ചെലവുകൾക്ക് 1000 രൂപ ഉണ്ടെങ്കിൽ നന്നായി ജീവിക്കാമായിരുന്നു. വീണ്ടും 20 വർഷങ്ങൾ പിന്നിട്ടു 2000-ൽ എത്തിയപ്പോൾ 1000ന്റെ മൂല്യം അത് 10,000-ആയി ഉയർന്നു എന്നുള്ളത്. 10,000 രൂപ ഉണ്ടെങ്കിൽ നന്നായി ജീവിക്കാമായിരുന്നു. വീണ്ടും 20 വർഷങ്ങൾ പിന്നിട്ടു 2020-ൽ എത്തിയപ്പോൾ ഇന്ന് 10,000 രൂപക്ക് പകരം അത് 1 ലക്ഷം രൂപയായി എന്നുള്ളതാണ്. വീണ്ടും വർഷങ്ങൾ കഴിയുമ്പോൾ ലക്ഷങ്ങൾ അധികരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഓരോ 20 വർഷം ഉണ്ടായ മാറ്റം 100ന്റെ കൂടെ ഒരു 0 കൂടിയിട്ടുണ്ടെങ്കിൽ ഇനി 2040-ലേക്ക് എത്തുമ്പോൾ അത് 1 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷമായി മാറും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സർവേ സൂചിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് നമുക്ക് നന്നായി ജീവിക്കണമെങ്കിൽ മിനിമം 1 ലക്ഷം രൂപ വേണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് 1 ലക്ഷം രൂപ കിട്ടുമെങ്കിൽ ഒരുപക്ഷെ ഈ പ്രൊജക്ട് നിങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം, കേൾക്കണമെന്നില്ല. മറിച്ചാണെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി നിങ്ങളത് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് നന്നായി ജീവിക്കണമെങ്കിൽ ഏതൊരു സാധാരണക്കാരനും എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഡിജിറ്റൽ കമ്മ്യൂണിറ്റി കൊമേഴ്സ്. ഡിജിറ്റൽ കമ്മ്യൂണിറ്റി കൊമേഴ്സ് എന്താണെന്നും അതിന്റെ സാധ്യതകൾ എന്താണെന്നുമാണ് ഇന്ന് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത്. ഇവിടെ നമ്മൾ ഡിജിറ്റൽ കമ്മ്യൂണിറ്റി കൊമേഴ്സിന്റെ സാധ്യതകൾ, അല്ലെങ്കിൽ അത് ഡിജിറ്റൽ കമ്മ്യൂണിറ്റി കൊമേഴ്സിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം. പ്രധാനമായിട്ടുള്ള 10 നേട്ടങ്ങളാണ് ഒരു വ്യക്തിക്ക് ഡിജിറ്റൽ കമ്മ്യൂണിറ്റി കൊമേഴ്സിലൂടെ ലഭിക്കുന്നത്. അതിൽ ഒന്നാമത്തെ നേട്ടം എന്ന് പറയുന്നത് റിസ്ക് ഫ്രീ മോഡൽ പ്രൊജക്ട്. അതായത് ഈ ഒരു പ്രൊജക്ട് വളരെയധികം റിസ്ക് കുറഞ്ഞ ഒരു പ്രൊജക്റ്റാണ്. നമുക്കറിയാം, ഏതൊരു പ്രൊജക്റ്റിനും സാമ്പത്തികം വളരെ നിർബന്ധമാണ്. എന്നാൽ ഈ ഒരു പ്രൊജക്ട് ചെയ്യാൻ സാമ്പത്തികം വേണ്ട എന്നുള്ളതാണ്. മാത്രമല്ല, ഏതൊരു വ്യക്തിക്കും നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്കോ അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷണൽസിനോ ഒന്നും തടസ്സമില്ലാതെ തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കാം എന്നുള്ളതാണ്. രണ്ടാമത്തെ നേട്ടം, നോട്ട് എ ജോബ്, ഇറ്റ്സ് യോബ്. ഇതൊരു ജോബ് അല്ല, ഇറ്റ്സ് യോബ്. ജോബ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടു ഒബേ ബോസ്.
അല്ലെങ്കിൽ ജസ്റ്റിഫൈ അതേഴ്സ് ബിസിനസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ജോബ്. എന്നാൽ യോബ് എന്ന് പറഞ്ഞാൽ ഇവിടെ യോർ ഓൺ ബോസ്, ഇവിടെ നിങ്ങളാണ് ഈ പ്രൊജക്ടിന്റെ ബോസ്, യോർ ഓൺ ബോസ് എന്നുള്ളതാണ് യോബ്. അപ്പൊ ഇത് യോബാണ്. മൂന്നാമത്തെ നേട്ടം ഫിനാൻഷ്യൽ ഫ്രീഡം ആൻഡ് ടൈം ഫ്രീഡം അല്ലെ. ഇന്ന് ഈ രണ്ട് കാര്യങ്ങളും ബഹുഭൂരിഭാഗം ആളുകൾക്കും ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഈ രണ്ട് കാര്യങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് ഈ ഒരു പ്രൊജക്ട് കൊണ്ടുണ്ടാകുന്ന പ്രധാനപ്പെട്ട മൂന്നാമത്തെ നേട്ടം എന്ന് പറയുന്നത്. നാലാമത്തെ പ്രത്യേകത ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ആണ്. ഒരു വ്യക്തിക്ക് ആ വ്യക്തിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുവാനും ആ വ്യക്തിയെ ഒരു ലീഡർഷിപ്പിലേക്ക് ഇംപ്രൂവ് ചെയ്യുന്ന രൂപത്തിൽ, ലൈഫ് സ്റ്റൈൽ മാറ്റുന്ന രൂപത്തിൽ ട്രാൻസ്ഫോർമേഷൻ, ഒരു എഡ്യൂക്കേഷൻ ആണ് ഈ ഒരു പ്രൊജക്റ്റിലൂടെ ആ വ്യക്തിക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ ജീവിതത്തിൽ നിന്നും ഉയർന്ന തലങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു പ്രൊജക്റ്റും കൂടിയാണ് എന്നുള്ളതാണ്. അഞ്ചാമത്തെ നേട്ടം പാസീവ് ഇൻകം ആണ്. ഇന്ന് ബഹുഭൂരിഭാഗം ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. പാസീവ് ഇൻകത്തിന്റെ ബ്യൂട്ടി ഇന്ന് ലോകത്ത് വളരെ കുറച്ച് ശതമാനം ആളുകൾ മാത്രമാണ് എൻജോയ് ചെയ്യുന്നുള്ളൂ. പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു സിസ്റ്റം, അത് നമ്മൾ ഇല്ലെങ്കിൽ കൂടിയും നമുക്ക് അത് വരുമാനം തന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു വ്യക്തി ഉറങ്ങിക്കിടന്നാൽ പോലും അദ്ദേഹത്തിന്റെ വരുമാനത്തിന് യാതൊരു കോട്ടം സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ജസ്റ്റ് ഇതെങ്കിലും ഒന്ന് മനസ്സിലാക്കുക പാസീവ് ഇൻകം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആറാമത്തെ നേട്ടം ഡ്രീംഡ് ലൈഫ് സ്റ്റൈൽ. ആ വ്യക്തി ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും ആ വ്യക്തിക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏഴാമത്തെ നേട്ടമായി പറയുന്നത് റെക്കഗ്നൈസേഷൻ ആണ്. ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് റെക്കഗ്നൈസേഷൻ. എന്ത് ചെറിയ കാര്യം ചെയ്താലും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മളെ ഉള്ളിന്റെ ഉള്ളിൽ മനസ്സിനകത്ത് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് റെക്കഗ്നൈസേഷൻ. അത് ഇവിടെ ധാരാളമായി ലഭിക്കുന്നു എന്നുള്ളതാണ്. എട്ടാമത്തെ നേട്ടം ഏർലി റിട്ടയർമെന്റ് ആണ്. ഈ ഒരു പ്രൊജക്ട് നിങ്ങൾ ലൈഫ് ലോങ് ചെയ്യണമെന്നില്ല. നിങ്ങളൊരു 3 to 5 years അല്ലെങ്കിൽ 5 to 10 years നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റിൽ നിന്ന് റിട്ടയർഡ് ആവാൻ സാധിക്കും എന്നുള്ളതാണ്. ഒമ്പതാമത്തെ പ്രധാനപ്പെട്ട നേട്ടം ഹെൽപ്പിംഗ് അതേഴ്സ്. മറ്റുള്ള ആളുകളെ പരമാവധി സഹായിക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റും കൂടിയാണിത്. മറ്റുള്ളവരെ സഹായിക്കാൻ വേറെ നിങ്ങൾ അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. പത്താമത്തെ പ്രധാനപ്പെട്ട നേട്ടം ലീവ് എ ലെഗസി. അതായത് നിങ്ങൾ ഉണ്ടാക്കുന്ന വെൽത്ത് അത് ജനറേഷൻ ആഫ്റ്റർ ജനറേഷനിലേക്ക് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ്. പലപ്പോഴും സാധാരണ ഉണ്ടാവാറ് മരിക്കുന്നതോട് കൂടിയിട്ട് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി മരണത്തോടു കൂടി ആ മേഖല അവിടെ അവസാനിക്കുകയാണ്. എന്നാൽ ആ വ്യക്തി മരിച്ചാലും ആ വ്യക്തിയുടെ തലമുറ ആ വ്യക്തി ഉണ്ടാക്കിയിട്ടുള്ള സമ്പത്ത് കൈമാറ്റം ചെയ്യപ്പെടാൻ ഈ ഒരു പ്രൊജക്ട് കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ ലീവ് എ ലെഗസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ 10 പ്രധാനപ്പെട്ട നേട്ടങ്ങളാണ് ഡിജിറ്റൽ കമ്മ്യൂണിറ്റി കൊമേഴ്സിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഡിജിറ്റൽ കമ്മ്യൂണിറ്റി കൊമേഴ്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഡിജിറ്റൽ കമ്മ്യൂണിറ്റി കൊമേഴ്സ് അല്ലെ. കൊമേഴ്സ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഐഡിയാസ് ആണ് ഇവിടെ ഈ ഒരു പ്രൊജക്ടിന്റെ മാനദണ്ഡം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഡിജിറ്റലൈസേഷൻ വളരെ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ബിസിനസ് രംഗത്ത് വന്നിട്ടുള്ള ഡിജിറ്റലൈസേഷൻ എന്താണ്? ബിസിനസ് രംഗത്ത് കടന്നു വന്നിട്ടുള്ള ഡിജിറ്റലൈസേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാവരും സാധാരണ പർച്ചേസ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് തൊട്ടടുത്ത റീറ്റെയിൽ ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നോ ആണ് നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എന്ത് സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കാറ്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഈ ഷോപ്പിലേക്ക്, ഈ റീറ്റെയിൽ ഷോപ്പിലേക്ക് ഒരിക്കലും കമ്പനികൾ നേരിട്ടിട്ടല്ല ഉൽപ്പന്നങ്ങൾ അവിടെ എത്തിക്കുന്നത് അല്ലെ.
മറിച്ച് കമ്പനികൾ ഒരു C&F ഏജന്റ് വഴി, സൂപ്പർ സ്റ്റോക്കിസ്റ്റ് വഴി, സ്റ്റോക്കിസ്റ്റ് വഴി, ഹോൾസെയിലർ ഡീലറിലൂടെ റീറ്റെയിൽ ഷോപ്പിലേക്കാണ് എത്തുന്നത്. അപ്പൊ ഒരു ഉൽപ്പന്നം ഒരുപാട് കൈമാറ്റം, അല്ലെ, ഒരുപാട് കൈമാറിക്കൊണ്ട് ഒരുപാട് ഇടനിലക്കാർ വഴിയാണ് സാധാരണ ഒരു ഷോപ്പിലേക്ക് എത്തുന്നത്. ഇതാണ് നമ്മൾ പരമ്പരാഗതമായി കണ്ടിട്ടുള്ള ഒരു ബിസിനസ് പ്രക്രിയ. തികച്ചും ഇന്ന് ഈ പ്രക്രിയ അപ്ഡേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ന് നമുക്കറിയാവുന്ന ഒരു മേഖലയാണ് ഇ കൊമേഴ്സ്. പ്രത്യേകിച്ച് കോവിഡ് സന്ദർഭത്തിൽ അതറിയാത്ത ആളുകൾ പോലും ഇന്ന് ഇ കൊമേഴ്സിന്റെ ഭാഗമായി എന്നുള്ളതാണ്. അതായത് ഇ കൊമേഴ്സ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് കമ്പനിയിൽ നിന്ന് ഒരൊറ്റ ഇടനിലക്കാരൻ, ഏത് ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻ ആണോ ആ ആപ്ലിക്കേഷൻ, നമുക്ക് സുപരിചിതമായിട്ടുള്ള ആപ്ലിക്കേഷനാണ് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, ജാബോങ്, ഷോപ്പ് ക്ലൂസ്, സ്നാപ്ഡീല്, പേടിഎം മാളൊക്കെ ഈ പറയുന്ന ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളാണ്. ഇനി വീണ്ടും അപ്ഡേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് ഈ പറയുന്ന ഡിജിറ്റലൈസേഷൻ ശക്തമായതുകൊണ്ട് തന്നെ ഒരു കമ്പനിയിൽ നിന്ന് ഒരു ഉൽപ്പന്നം കൺസ്യൂമറിലേക്ക് എത്താൻ ഈ പറയുന്ന ഒരു ഇടനിലക്കാരുടെയും ആവശ്യമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വിപണന രീതിക്ക് വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് സെല്ലിംഗ്. ആ പേരിൽ തന്നെ കാണാം, നേരിട്ട് ഉൽപ്പന്നങ്ങൾ കമ്പനിയിൽ നിന്ന് ഉപഭോക്താക്കളിലേക്ക് എത്തുന്ന നൂതനമായിട്ടുള്ള ഒരു വിപണന രീതി. ഇതാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു വിതരണ രീതിയിലൂടെ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം മാക്സിമം ഡിസ്കൗണ്ടിൽ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ 100% സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ് ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നത്. മാത്രമല്ല ഒറിജിനൽ പ്രൊഡക്റ്റ്, അല്ലെ, ആ കമ്പനിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്നത് കൊണ്ട് ഡ്യൂപ്ലിക്കേറ്റിന് അവിടെ സാധ്യതയില്ല എന്നുള്ളതാണ്. മാത്രമല്ല പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ തിരിച്ചു കൊടുത്താൽ മണി ബാക്ക് പോളിസി ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട 4 നേട്ടങ്ങളാണ് ഒരു കസ്റ്റമറിന് ഡയറക്റ്റ് സെല്ലിങ്ങിലൂടെ ലഭിക്കുന്നത്. അപ്പൊ ഇനിയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ലോകത്തുടനീളമുള്ള ആളുകൾ, ഇന്ന് നമ്മൾ കാണുന്ന റീറ്റെയിൽ ഷോപ്പുകളെല്ലാം തന്നെ ഡയറക്റ്റ് കമ്പനി ഔട്ട്ലെറ്റുകളായിട്ട് മാറും എന്നുള്ളതാണ്. അതായത് ഡയറക്റ്റ് ഓരോ വ്യക്തികൾക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ആ കമ്പനിയിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കാം. ഇടനിലക്കാരില്ലാത്തത് കൊണ്ട് തന്നെ ആ കമ്പനി നൽകുന്ന മാക്സിമം പ്രോഫിറ്റ് ഓരോ കസ്റ്റമേഴ്സിനും ലഭിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടിയോട് കൂടിയിട്ട് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമറുടെ ലോകമാണ് ഇനി വരുന്നത്. അവിടെയാണ് ഡിജിറ്റൽ കമ്മ്യൂണിറ്റി കൊമേഴ്സിന്റെ സാധ്യത നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇന്ന് ഏതൊരു ഉൽപ്പന്നവും ജനങ്ങൾ അറിയുന്നത് അഡ്വർടൈസിങ്ങിലൂടെയാണ്. ഇന്റർനെറ്റ് വഴിയോ, ടെലിവിഷൻ വഴിയോ, റേഡിയോ വഴിയോ, പ്രിന്റ് വഴിയോ, ന്യൂസ് പേപ്പർ വഴിയോ, ബിൽ ബോർഡ് വഴിയോ, മാഗസിൻ വഴിയോ ഒക്കെ ഇന്ന് അഡ്വർടൈസിങ്ങിലൂടെയാണ് ഇന്ന് ഏതൊരു ഉൽപ്പന്നത്തെ കുറിച്ച് നമ്മൾ അറിയുന്നത് തന്നെ. അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഏതൊരു കമ്പനിയും അവരുടെ ഉൽപാദന ചെലവും ലാഭവും അടക്കം 40% അവർക്ക് വരുന്ന കോസ്റ്റ് എങ്കിൽ ബാക്കി വരുന്ന അത് പോകുന്നത് ഡിസ്ട്രിബ്യൂഷൻ ചാനലിനും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസിങ്ങിനും വേണ്ടിയിട്ടാണ്. അപ്പൊ 60% പോകുന്ന കോസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ചാനലിനും മാർക്കറ്റിംഗ് അഡ്വർടൈസിങ്ങിനും. അതിൽ 60%-ന്റെ 40% പോകുന്നത് ഡിസ്ട്രിബ്യൂഷൻ ചാനലിലേക്കും 60%-ന്റെ 60% പോകുന്നത് മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസിങ്ങിനും വേണ്ടിയിട്ടാണ്. അപ്പൊ 60%-ന്റെ 60% എന്ന് പറയുന്നത് ഒരിക്കലും ചെറിയ സംഖ്യയല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 40% നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഇല്ല, അതുകൊണ്ട് തന്നെ ആ ബെനിഫിറ്റ് കസ്റ്റമറിന് കിട്ടി. അതുപോലെ തന്നെ 60% ലഭിക്കുന്ന
പോകുന്ന മാർക്കറ്റിംഗ് അഡ്വർടൈസിങ്ങിന് പോകുന്ന കോസ്റ്റ് ഒരുപാട് സെലിബ്രിറ്റികളാണ് ഇന്ന് ഈ 60% കൊണ്ടുപോകുന്നത്. ഈ സെലിബ്രിറ്റികൾക്ക് പോകുന്ന 60% തുക ഡിജിറ്റൽ കമ്മ്യൂണിറ്റി കൊമേഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന ആളുകൾക്കാണ് തിരികെ ലഭിക്കുന്നത് എന്നുള്ള സന്തോഷ വാർത്തയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഹ്യൂജ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ മേഖലയിൽ ഇനി കടന്നു വരാൻ പോകുന്നത്. ഇവിടെ ഡിജിറ്റൽ കമ്മ്യൂണിറ്റി കൊമേഴ്സിൽ ഏതൊരു വ്യക്തിക്കും സ്വന്തമായി ഒരു ഡിജിറ്റൽ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ്. ഡിജിറ്റൽ വഴിയും ഫിസിക്കൽ വഴിയും ഒക്കെ ഈ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ്. ഹൈബ്രിഡ് ലെവലിൽ ഈ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഡിജിറ്റൽ വഴി വളരെ സാധ്യതയാണെന്ന്. കാരണം ഇന്ന് ഓരോ വ്യക്തികളും അവരിരിക്കുന്ന ലൊക്കേഷനിൽ ഇരുന്നു കൊണ്ട് തന്നെ വേൾഡ് വൈഡ് ആയിട്ട് ഈ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ്. ഇങ്ങനെ വരുമ്പോൾ രണ്ട് തരത്തിലുള്ള വ്യക്തികളെയാണ് ഈ ഡിജിറ്റൽ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുന്നത്. ഒന്ന്, ലോകത്തുള്ള ഒരുപാട് ആളുകളെ നമുക്ക് പ്രോസ്യൂമർ ആക്കാൻ സാധിക്കും. പ്രോഫിറ്റ് മേക്കിംഗ് കൺസ്യൂമർ ആണ് പ്രോസ്യൂമർ എന്ന് പറഞ്ഞാൽ. ലാഭകരമായി പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കൾ. സെക്കൻഡ് കാറ്റഗറി, ഇതുപോലെയുള്ള പ്രോസ്യൂമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളാണ്. അവരെ ഓൺട്രപ്രണേഴ്സ്. ഈ രണ്ട് കാറ്റഗറിയെയാണ് ഒരു ഡിജിറ്റൽ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തി ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ രണ്ട് വ്യക്തികളെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? ഈ ഒരു കമ്മ്യൂണിറ്റി എക്സ്പാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് എത്രത്തോളം ഒരു വ്യക്തിക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്നുവോ അതിനനുസരിച്ച് ആ വ്യക്തിയിൽ ഫിനാൻഷ്യൽ ഫ്രീഡവും ടൈം ഫ്രീഡവും ഒരുപോലെ കടന്നു വരും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഏതൊരു വ്യക്തിയും ഒരു ഡിജിറ്റൽ കമ്മ്യൂണിറ്റി കൊമേഴ്സ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ചൂസ് ചെയ്യണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ചൂസ് ചെയ്യുന്ന വ്യക്തി സ്വാഭാവികമായും ആ ഡിജിറ്റൽ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ആ ഡിജിറ്റൽ കമ്മ്യൂണിറ്റിക്ക് പവർ വേണമെങ്കിൽ, അതായത് ആ വ്യക്തിക്ക് പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ കമ്പനിയുടെ ക്രെഡിബിലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ചൂസ് ചെയ്യുന്ന ഒരു വ്യക്തി ശ്രദ്ധിക്കേണ്ട 4 പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങളുണ്ട്. ഒന്ന്, മാനേജ്മെന്റ് ഓഫ് കമ്പനി. ആ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി കൺട്രോൾ ചെയ്യുന്ന വ്യക്തികൾ ആരൊക്കെയാണ് എന്നുള്ളത് പഠിക്കേണ്ടതുണ്ട്. മാനേജ്മെന്റിനെ നന്നായി സ്റ്റഡി ചെയ്യണം. കാരണം മാനേജ്മെന്റിന്റെ പാസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, നീഡ് ഓഫ് ദ പ്രൊഡക്റ്റ് ആൻഡ് അഫോർഡബിൾ ഇറ്റ്. അല്ലെ, നമുക്ക് ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഉൽപ്പന്നങ്ങളാണെങ്കിൽ ഇസ് ബെറ്റർ. നമുക്ക് റെഗുലർ ആയിട്ട് നമുക്ക് ബിസിനസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല അത് അഫോർഡബിൾ പ്രൈസുമായിരിക്കണം. ഏതൊരു സാധാരണക്കാരനും വാങ്ങിക്കാൻ പറ്റുന്ന വിലയുമായിരിക്കണം ആ പ്രൊഡക്ട്സുകൾക്ക്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൂന്നാമത്തെ കാര്യം, ഈ ഒരു പ്രൊജക്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഏത് മേഖലയിൽ കടന്നു വരുന്ന വ്യക്തികൾക്കും ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ സപ്പോർട്ടിംഗ് സിസ്റ്റം, ഇവിടെ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ കൃത്യമായിട്ട് കൊടുക്കാൻ സാധിക്കണം ആ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിക്ക്. അതുപോലെ നാലാമത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് കോമ്പൻസേഷൻ പ്ലാൻ ആണ്. കാരണം ഈ മേഖലയിൽ കടന്നു വരുന്ന ഏതൊരു വ്യക്തിക്കും മാന്യമായിട്ടുള്ള വെൽത്ത് കൊടുക്കാൻ സാധിക്കണം. ഈ 4 കാര്യങ്ങൾ ഒരു കമ്പനി തരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ കമ്പനിയുമായിട്ട് ഏതൊരു വ്യക്തിക്കും അസോസിയേറ്റ് ചെയ്യാം,
അങ്ങനെ സ്വന്തമായി ഒരു ഡിജിറ്റൽ കമ്മ്യൂണിറ്റി കൊമേഴ്സ് ഡെവലപ്പ് ചെയ്യാം. ഇവിടെ അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരിക്കലും പ്രൊഡക്ട്സുകൾ സെയിൽസ് ചെയ്യുന്ന പരിപാടിയല്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ഓരോ വ്യക്തിയും ക്രിയേറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്, ഒരു ഡിജിറ്റൽ കമ്മ്യൂണിറ്റിയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഒരിക്കലും പ്രൊഡക്റ്റ് സെയിൽസ് ചെയ്യല്ല. പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, സാന്ദർഭികമായി സൂചിപ്പിച്ചെന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡിജിറ്റൽ കമ്മ്യൂണിറ്റി കൊമേഴ്സ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആ വ്യക്തിയെ അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഗൈഡൻസും തന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ നമ്പർ 1 ഓർഗനൈസേഷൻ ആണ് വിന്നിംഗ് ടീം ഓർഗനൈസേഷൻ. വിന്നിംഗ് ടീം ഓർഗനൈസേഷന്റെ സപ്പോർട്ടോടുകൂടി, ഹെൽപ്പോടുകൂടി ഏതൊരു വ്യക്തിക്കും നല്ല രീതിയിൽ ഡിജിറ്റൽ കമ്മ്യൂണിറ്റി കൊമേഴ്സിന്റെ ഭാഗമാകാനും അതിലൂടെ സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ വിന്നിംഗ് ടീം ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് വെസ്റ്റേജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. വെസ്റ്റേജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഇന്ത്യയിലെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുമായിട്ടാണ് വിന്നിംഗ് ടീം അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. വെസ്റ്റേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, വെസ്റ്റേജ് കമ്പനി 2004 സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണ്, ഇന്ത്യൻ കമ്പനിയാണ്. ഇന്ന് 350-ലധികം വേൾഡ് ക്ലാസ് പ്രൊഡക്ട്സുകൾ വെസ്റ്റേജ് ഡീൽ ചെയ്യുന്നു. 5000-ലധികം ഡിസ്ട്രിബ്യൂഷൻ സെന്ററുകൾ ഇന്ന് ഇന്ത്യയിൽ ഉടനീളം ഈ കമ്പനിക്കുണ്ട്. 2.5 കോടിക്ക് മുകളിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉള്ള ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ 2700 കോടിക്ക് മുകളിൽ ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്ത, കഴിഞ്ഞ സാമ്പത്തിക വർഷം 2700 കോടിക്ക് മുകളിൽ ക്രിയേറ്റ് ചെയ്ത ഒരു കമ്പനിയാണ്. ആനുവൽ ഗ്രോത്ത് പരിശോധിക്കുകയാണെങ്കിൽ 79% ആനുവൽ ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്ത ഒരു കമ്പനിയാണ്. ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയായി ഇന്ന് വെസ്റ്റേജ് മാറി എന്നുള്ളതാണ്. വേൾഡ് റാങ്കിങ്ങിൽ 36ാമത്തെ പൊസിഷനിലുള്ള ഒരു കമ്പനിയാണ്. ഇന്ന് ഇന്ത്യക്ക് പുറമെ ദുബായ്, നേപ്പാൾ, ബഹ്റൈൻ, ബംഗ്ലാദേശ്, സൗദി, ഒമാൻ, തായ്ലാന്റ്, ഘാന എന്നീ രാജ്യങ്ങളിൽ കൂടി കമ്പനി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ഡിജിറ്റൽ മൊമെന്റത്തിൽ, ഡിജിറ്റൽ കമ്മ്യൂണിറ്റി കൊമേഴ്സിലെ ഡിജിറ്റൽ മൊമെന്റത്തിൽ ഇന്ന് വേൾഡ് റാങ്കിങ്ങിൽ കഴിഞ്ഞ ജൂലൈ തൊട്ട് ഈ നവംബർ വരെ 5th പൊസിഷനിലുള്ളത്. മാത്രമല്ല, ഈ കമ്പനിയുടെ ഡീറ്റെയിൽസുകൾ കൂടുതൽ ലഭിക്കുവാൻ നിങ്ങൾക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഇത് സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ QR കോഡിലേക്ക് നിങ്ങൾ പരിശോധിച്ചാൽ ഒരുപാട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. വെസ്റ്റേജിന്റെ ടീം മാനേജ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, വെസ്റ്റേജ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ ഗൗതം ബാലിയാണ്. അതുപോലെ തന്നെ കൻവർബീർ സിംഗ്, ദീപക് സൂദ്, ഇവരാണ് മറ്റു ഡയറക്ടേഴ്സ്. വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള 3 വ്യക്തിത്വങ്ങളാണ് ഇന്ന് വെസ്റ്റേജ് കമ്പനിക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഈ 3 വ്യക്തിത്വങ്ങളുടെ നേതൃത്വത്തിലാണ് ഇന്ന് വെസ്റ്റേജ് വളരെ ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ടീമാണ്. പ്രൊഡക്റ്റ് ഓവർവ്യൂ പരിശോധിക്കുകയാണെങ്കിൽ, എക്സ്റ്റെൻസീവ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ്, ഒരുപാട് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സുകൾ ഇന്ന് വെസ്റ്റേജിനുണ്ട്. മാത്രമല്ല, ട്രൂ വാല്യൂ ഫോർ മണി, അഫോർഡബിൾ പ്രൈസ്, ഏതൊരു സാധാരണക്കാരനും വാങ്ങിച്ചു ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൈസിലാണ് വെസ്റ്റേജിന്റെ പ്രൊഡക്ട്സുകൾ. അതുപോലെ ഇന്റർനാഷണൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രൊഡക്ട്സുകളാണ്. 100% സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി ആണ്. വേൾഡ് ക്ലാസ് പ്രൊഡക്ട്സുകളാണ്. പ്രോഫിറ്റ് ബേസ്ഡ് പ്രൊഡക്ട്സുകളാണ്. അതുപോലെ തന്നെ എക്കോ ഫ്രണ്ട്ലി വെൽനസ് പ്രൊഡക്ട്സുകൾ. എക്കോ ഫ്രണ്ട്ലി വെൽനസ് എന്ന് പറയുന്നത് പ്രകൃതിക്കും മനുഷ്യനും ഒരുപോലെ ഗുണം ചെയ്യുന്ന, യാതൊരു തരത്തിലുള്ള ദോഷകരമല്ലാത്ത
കെമിക്കൽ ഇല്ലാത്ത ഉൽപ്പന്നങ്ങളാണ് എന്നുള്ള വലിയൊരു പ്രത്യേകത. ഇനി വരുന്ന കാലഘട്ടം നമുക്കറിയാം, നമ്മളെല്ലാവരും ഒരു പാൻഡമിക് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയത്. ഇനിയുള്ള കാലഘട്ടത്തിൽ നന്നായി ജീവിക്കണമെങ്കിൽ നമുക്ക് വേണ്ട ഉൽപ്പന്നങ്ങളാണ് എക്കോ ഫ്രണ്ട്ലി വെൽനസ് പ്രൊഡക്ട്സുകൾ. വലിയൊരു മേഖലയാണ്, കൂടുതൽ ഡീറ്റെയിൽസ് ആയി സംസാരിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കുകയാണ്. അതുപോലെ തന്നെ അവാർഡ്സ് ആൻഡ് റെക്കഗ്നൈസേഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഒട്ടനവധി അവാർഡ്സ് ആൻഡ് റെക്കഗ്നൈസേഷൻ. ഹെൽത്ത് ഫുഡ് ആൻഡ് ഡയറ്ററി സപ്ലിമെന്റ് അസോസിയേഷൻ ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് GMP സർട്ടിഫൈഡ് ആണ്. അതുപോലെ സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് ഇൻ പ്രൊഡക്ടിവിറ്റി ക്വാളിറ്റി ഇന്നോവേഷൻ ആൻഡ് മാനേജ്മെന്റ് IAS സർട്ടിഫിക്കേഷൻ. ബെസ്റ്റ് CEO അവാർഡ്. അതുപോലെ തന്നെ മോസ്റ്റ് അഡ്മിയർ ബ്രാൻഡ് ആൻഡ് ലീഡേഴ്സ്, ഏഷ്യയിലെ മോസ്റ്റ് അഡ്മിയർ ബ്രാൻഡ് ആൻഡ് ലീഡേഴ്സ് അവാർഡ്. ISO 9000 2015 സർട്ടിഫൈഡ് ആണ്. ഹലാൽ സർട്ടിഫൈഡ് ആണ്. ഇങ്ങനെ ഒട്ടനവധി സർട്ടിഫിക്കറ്റുകൾ ഇന്ന് ഈ വെസ്റ്റേജ് കമ്പനിക്ക് 17 വർഷം കൊണ്ട് നേടാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇതെല്ലാം വെസ്റ്റേജിന്റെ ബ്രാൻഡുകളാണ്. വെസ്റ്റേജ്, ആൽസാന്റെ, എനർവ, ഇൻഡിഗോ, ലൈറ്റ് ഹൗസ്, സിറ്റ, ഹൈവെസ്റ്റ്, അഷ്വർ, ഡെൻഡ അഷ്വർ, മിസ്റ്റാൾ ഓഫ് മിലൻ, സ്കിൻ ഫോർമുല 9, ട്രൂമാൻ, അഗ്രി 82, വെസ്കയർ, വെസ്റ്റേജ് പ്രൈം, ഡ്യൂ ഗാർഡൻ, മാക് ഡ്രൈവ് നാനോ എനർജൈസർ, അഷ്വർ നാച്ചുറൽ. ഇതെല്ലാം വെസ്റ്റേജിന്റെ ബ്രാൻഡുകളാണ്. അതുപോലെ തന്നെ വെസ്റ്റേജിന്റെ പ്രൊഡക്ട്സുകൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഡെയിലി യൂസബിൾ ആയിട്ടുള്ള ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ. ചായ, സോപ്പ്, ടൂത്ത് പേസ്റ്റ്, കുക്കിംഗ് ഓയിൽ, ഡിറ്റർജന്റ് പൗഡർ, ഹാൻഡ് വാഷ്, അതുപോലെ തന്നെ ടോയ്ലറ്റ് ക്ലീനർ, അങ്ങനെ ഒട്ടനവധി പ്രൊഡക്ട്സുകൾ, ഡെയിലി യൂസ് ചെയ്യുന്ന ഒട്ടനവധി പ്രൊഡക്ട്സുകൾ ഇന്ന് വെസ്റ്റേജ് ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ന്യൂട്രീഷണൽ സപ്ലിമെന്റ്. ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ നമുക്ക് ആരോഗ്യത്തോടുകൂടി ജീവിക്കണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമുക്ക് വേണ്ട പോഷകങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ പോഷകക്കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രകൃതിയിൽ നിന്നും എടുക്കുന്ന ഒട്ടനവധി പ്രൊഡക്ട്സുകളാണ് ന്യൂട്രീഷൻ സപ്ലിമെന്റ് എന്ന് പറയുന്നത്. അത് ക്യാപ്സൂൾ ഫോമിലും ജ്യൂസ് ഫോമിലും സാഷ് രൂപത്തിലൊക്കെ ആയിട്ടാണ് ലഭിക്കുന്നത്. ക്യാപ്സൂൾ ഫോമിലാക്കുന്നത് പെട്ടെന്ന് ഉപയോഗിക്കുവാനും കൊണ്ടു നടക്കുവാനും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഒരുപാട് ന്യൂട്രീഷൻ സപ്ലിമെന്റുകൾ ഇന്ന് വെസ്റ്റേജ് ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ ആന്റി ഏജനിക് പ്രൊഡക്ട്സുകൾ. ഇന്ന് എല്ലാ ആളുകളും ചെറുപ്പക്കാരികളും ആവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട ഒട്ടനവധി പ്രൊഡക്ട്സുകൾ ഇന്ന് വെസ്റ്റേജ് ഡീൽ ചെയ്യുന്നു. അഗ്രികെയർ പ്രൊഡക്ട്സുകൾ, കൃഷിക്ക് യോഗ്യമായിട്ടുള്ള, ഇന്ന് എല്ലാവരുടെയും വീട്ടുവളപ്പിൽ സ്വന്തമായി കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൃഷിക്ക് യോഗ്യമായിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സുകൾ ഇന്ന് വെസ്റ്റേജ് ഡീൽ ചെയ്യുന്നു. കോസ്മെറ്റിക്സ് റേഞ്ചിൽ ഒരുപാട് പ്രൊഡക്ട്സുകൾ. കോസ്മെറ്റിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇന്ന് കോസ്മെറ്റിക്സിന്റെ ഉപയോഗം കാരണം മാരകമായിട്ടുള്ള ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് വെസ്റ്റേജിന്റെ ബ്യൂട്ടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. മിസ്റ്റാൾ ഓഫ് മിലൻ, ബെൻലിനോ എന്ന് പറയുന്ന 2 ബ്രാൻഡുകൾ ഇന്ന് വെസ്റ്റേജിലുണ്ട്. വെസ്റ്റേജിന്റെ പ്രൊഡക്ട്സിന്റെ പ്രത്യേകത, കളർ കോസ്മെറ്റിക്സിൽ കൺമഷി ഇട്ടാൽ പോലും കരളിന് വരെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്ന കോസ്മെറ്റിക്സ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സുകളാണ്. അത് ഉപയോഗിക്കുമ്പോഴാണ് അതിന്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവാൻ സാധിക്കുകയുള്ളൂ. ഒരുപാട് റേഞ്ച് ഓഫ് കോസ്മെറ്റിക്സ് പ്രൊഡക്ട്സുകൾ വെസ്റ്റേജ് ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ ശുദ്ധമായ വായു ശ്വസിക്കുന്നതിന് വേണ്ടി എയർ പ്യൂരിഫയർ, ശുദ്ധമായ വെള്ളം കുടിക്കുന്നതിന് വേണ്ടി വാട്ടർ പ്യൂരിഫയർ. ഇന്റർനാഷണൽ ബ്രാൻഡ് ആയിട്ടുള്ള ഷാർപ്പുമായി ടൈപ്പ് ചെയ്തുകൊണ്ടാണ് ഈ പ്രൊഡക്റ്റ് വെസ്റ്റേജ് ഇന്ന് വിപണിയിൽ എത്തിക്കുന്നത്. അതുപോലെ വുമൺ ഹൈജീനിക്, സ്ത്രീകളുടെ ഹൈജീനിക് ആയിട്ടുള്ള ഒരു ഒട്ടനവധി പ്രൊഡക്ട്സുകൾ. ബെൻസ് ഗ്രൂമിംഗ് കിറ്റ്. ഓട്ടോമൊബൈൽസ് രംഗത്ത് ഓരോ വണ്ടികളുടെയും 2 വീലർ, 4 വീലർ, 3 വീലർ ഒക്കെ അതിൻ്റെയൊക്കെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാനും മൈലേജ് കൂട്ടുവാനും ഒക്കെ ഉള്ള ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ് നാനോ എനർജൈസർ എന്ന് പറയുന്നത്. മാക് ഡ്രൈവ് നാനോ എനർജൈസർ കാർബൺ എമിഷൻ കുറച്ചുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രൊഡക്റ്റിന്റെ മറ്റൊരു പ്രത്യേകത. വളരെ അമേസിംഗ് ആയിട്ടുള്ള പാറ്റേൺ ടെക്നോളജി പ്രൊഡക്ട്സ് ആണ്. ഇങ്ങനെ ഓരോ മാസവും പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ ഇന്ന് വെസ്റ്റേജിൽ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വെസ്റ്റേജിന്റെ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ബെനിഫിറ്റുകൾ വാങ്ങിക്കുന്ന സമയത്ത് തന്നെ 10 തൊട്ട് 20% ക്യാഷ് ഡിസ്കൗണ്ട്, അതുപോലെ റീപർച്ചേസ് ഓഫർ, വാങ്ങിക്കുന്ന സമയത്ത് തന്നെ വാങ്ങിക്കുന്ന എമൗണ്ടിന്റെ 10% ഫ്രീ പ്രൊഡക്റ്റ് ലഭിക്കുന്നു.
അതുപോലെ ക്യാഷ് ബാക്ക് 3 to 6% ക്യാഷ് ബാക്ക് ലഭിക്കുന്നു. ലോയൽറ്റി സ്ഥിരമായിട്ട് 4 മാസം തുടർച്ചയായി പർച്ചേസ് ചെയ്യുമ്പോൾ, ഒരു 100 പോയിന്റിന് പർച്ചേസ് ചെയ്യുമ്പോൾ, 100 പോയിന്റ് എന്ന് പറയുമ്പോൾ ആവറേജ് ഒരു 3000-3200 രൂപയുടെ ഉൽപ്പന്നങ്ങൾ, നമുക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വെസ്റ്റീജിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 4 മാസം പർച്ചേസ് ചെയ്താൽ 5ാമത്തെ മാസം നമുക്ക് 3000 രൂപ MRP വിലയുള്ള പ്രൊഡക്റ്റ് തികച്ചും ഫ്രീ ആണ്. അതാണ് ലോയൽറ്റി പ്രോഗ്രാം. 20%. അതുപോലെ സ്പെഷ്യൽ ഓഫറുകൾ കമ്പനി ഡിക്ലെയർ ചെയ്യാറുണ്ട്. ഇങ്ങനെ ഏറ്റവും ലാഭകരമായിക്കൊണ്ട് ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം 50% വിലക്കുറവിൽ വെസ്റ്റീജിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ വെസ്റ്റീജിന് പുറമെ വെസ്റ്റ് ഡീൽ എന്ന് പറയുന്ന ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള നമ്മൾ സാധാരണ വീട്ടിലേക്ക് മേടിക്കുന്ന മറ്റു പല ഉൽപ്പന്നങ്ങൾ, ഇതെല്ലാം ഇന്ന് വെസ്റ്റീജിന്റെ ബെസ്റ്റ് ഡീൽ എന്ന് പറയുന്ന ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ഏറ്റവും ലാഭകരമായി വാങ്ങിക്കാം എന്നുള്ളതാണ്. ഇവിടെയും നമുക്ക് ഒരുപാട് ഓഫറുകള്, ഡിസ്കൗണ്ടുകളെല്ലാം തന്നെയുണ്ട്. ഇത് നമുക്ക് ബെസ്റ്റ് ഡീൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിന്റെ സാധ്യത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ഈ പ്രൊജക്റ്റിന് നമുക്ക് കടന്നു വരാൻ, ഡിജിറ്റൽ കമ്മ്യൂണിറ്റി കൊമേഴ്സിലേക്ക് കടന്നു വരാൻ നമുക്ക് ആർക്കും തന്നെ ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. പ്രത്യേകിച്ച് വിന്നിംഗ് ടീം കണക്ട് ചെയ്യുന്ന വെസ്റ്റീജിൽ കണക്ട് ചെയ്യുവാൻ യാതൊരു തരത്തിലുള്ള രജിസ്ട്രേഷൻ ഫീസും ഇല്ല, റിന്യൂവൽ ഇല്ല. 18 വയസ്സ് പൂർത്തിയായ ഏതൊരു വ്യക്തിക്കും അവരുടെ കൃത്യമായിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള ID അഡ്രസ് പ്രൂഫ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു യുണീക്ക് ID നമ്പർ ലഭിക്കുന്നുണ്ടായിരിക്കും. ആ ID നമ്പർ ഉപയോഗിച്ചുകൊണ്ട് വേൾഡ് മൊത്തം അവർക്ക് സ്വന്തമായി ഡിജിറ്റൽ കമ്മ്യൂണിറ്റി കൊമേഴ്സിലൂടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഏതൊരു വ്യക്തിക്കും കടന്നു വരാൻ സാധിക്കും. ആ കടന്നു വരുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ഒറ്റക്കല്ല എന്നുള്ളതാണ്. ആ വ്യക്തിയെ കണക്ട് ചെയ്തിട്ടുള്ള വ്യക്തി ഉണ്ടായിരിക്കും. ആ വ്യക്തിയാണ് ഈ പ്രൊജക്റ്റിൽ അദ്ദേഹത്തിന്റെ സ്പോൺസർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിന്നിംഗ് ടീമിന്റെ സപ്പോർട്ട് സദാസമയത്തും അവർക്കുണ്ടായിരിക്കും. കൂടാതെ വെസ്റ്റീജ് കമ്പനിയിൽ നിന്ന് പ്രൊഡക്ട്സുകളും അതുപോലെ തന്നെ സർവീസുകളും മറ്റും വെസ്റ്റീജിൻ്റെതായിട്ടുള്ള ഒരുപാട് സപ്പോർട്ടുകൾ ആ വ്യക്തിക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും. ഇങ്ങനെ 3 വ്യക്തിത്വങ്ങളുടെ സഹായമാണ് ഒരു ഡിജിറ്റൽ കമ്മ്യൂണിറ്റി കൊമേഴ്സ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്നത്. സോ ഇവിടെ ഏതൊരു വ്യക്തിക്കും ഈ പറയുന്ന രൂപത്തിൽ ഹൈബ്രിഡ് ആയിക്കൊണ്ട്, ഡിജിറ്റൽ ആയിട്ടും ഫിസിക്കൽ ആയിക്കൊണ്ടെല്ലാം ഡിജിറ്റൽ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാം. ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ശക്തമായിട്ടുള്ള ഒരു ടീം, ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ ഒരു വ്യക്തിക്ക് സാധിക്കും. വ്യക്തമായ ലീഡർഷിപ്പാണ് ഈ ഒരു ഡിജിറ്റൽ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടത്. അതെല്ലാം വിന്നിംഗ് ടീം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇങ്ങനെ ശക്തമായ ഡിജിറ്റൽ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇവിടെ വെസ്റ്റീജിന്റെ 60% ഫണ്ട്, നേരത്തെ അഡ്വർടൈസ്മെന്റിന് പോയിട്ടുള്ള 60% ഫണ്ട് ഒരു കൺസ്യൂമറിലേക്ക് തന്നെ, അതായത് ഡിജിറ്റൽ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന വ്യക്തികളിലേക്ക് തന്നെ തിരികെ ലഭിക്കുന്നു എന്നുള്ളതാണ്. 10 തരത്തിലാണ് വെസ്റ്റീജ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ആത്മനിർഭർ സക്സസ് പ്ലാൻ എന്ന് പറഞ്ഞുകൊണ്ട് 10 തരത്തിലാണ് അവരുടെ ഇൻകം പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. സേവിംഗ് ഓൺ കൺസംഷൻ 10 to 20%. ഇതാണ് ഒന്നാമത്തെ ബെനിഫിറ്റ്. രണ്ടാമത്തെ ബെനിഫിറ്റ് പെർഫോമൻസ് ബോണസ് 5 to 11%. മൂന്നാമത്തെ ബെനിഫിറ്റ് ബ്രോൺസ് ബിൽഡിംഗ് ബോണസ് 4%. നാലാമത്തെ ബെനിഫിറ്റ് ടീം ബിൽഡിംഗ് ബോണസ് 2%. അഞ്ചാമത്തെ ബെനിഫിറ്റ് ബിസിനസ് ബിൽഡിംഗ് ബോണസ് 14%. ആറാമത്തെ ബെനിഫിറ്റ് ലീഡർഷിപ്പ് ഓവർ റൈഡിംഗ് ബോണസ് 17%. ഏഴാമത്തെ ബെനിഫിറ്റ് ട്രാവൽ ഫണ്ട് 3%. എട്ടാമത്തെ ബെനിഫിറ്റ് കാർ ഫണ്ട് 5%. ഒമ്പതാമത്തെ ബെനിഫിറ്റ് ഹൗസ് ഫണ്ട് 3%. പത്താമത്തെ ബെനിഫിറ്റ് എലൈറ്റ് ക്ലബ് ബോണസ് 2%. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇവിടെ റീറ്റെയിൽ ബോണസ് നമ്മൾ സൂചിപ്പിച്ച് 10 to 20% പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ബെനിഫിറ്റ് ആണ്. രണ്ടാമത്തെ ബോണസ് പെർഫോമൻസ് ബോണസ് 5 to 11%. ഇത് കണക്കാക്കപ്പെടുന്നത് നമ്മൾ സൂചിപ്പിച്ചു 8 രാജ്യങ്ങളിൽ നിന്ന് കമ്പനി പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇന്ത്യയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഓരോ 30 രൂപക്കും ഒരു പോയിന്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നു. ഒരു പോയിന്റ് 30 രൂപക്ക് ഒരു പോയിന്റ് ആണ്. ഇതൊരു ക്യുമുലേറ്റീവ് പ്ലാൻ ആണ്. അതായത് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിനനുസരിച്ച് പോയിന്റ് കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്.
ഒരു പോയിന്റിന് 5%, അത് 600 പോയിന്റ് എത്തുമ്പോൾ 8%, 2400 പോയിന്റിലേക്ക് എത്തുമ്പോൾ 10%, 5800 പോയിന്റിലേക്ക് എത്തുമ്പോൾ 11%മായി ലഭിക്കുന്നു. ഇവിടെ ഏറ്റവും വലിയ ബ്യൂട്ടി, ഈ ഒരു പ്രൊജക്ടിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്, ഇവിടെ ഓരോ വ്യക്തി പർച്ചേസ് ചെയ്യുന്നതും ആ വ്യക്തിയുടെ ഗ്രൂപ്പ് ടീം പർച്ചേസ് ചെയ്യുന്നതും കൂട്ടിയിട്ടാണ് PV കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ വളരെ എളുപ്പത്തിൽ ഓരോ വ്യക്തിക്കും എത്താൻ സാധിക്കുന്ന ഒരു പൊസിഷനാണ് ഫാസ്റ്റ് സ്റ്റാർട്ട് 7%. അതായത് ഒരു പോയിന്റ് 600 പോയിന്റിന് പകരം 282 പോയിന്റ് ഒറ്റ മാസം കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഫാസ്റ്റ് സ്റ്റാർട്ട് 7%ലേക്ക് എത്താൻ സാധിക്കും. ഫാസ്റ്റ് സ്റ്റാർട്ട് 7% ആയാൽ കിട്ടുന്ന ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട്. അതുപോലെ തന്നെ 5500 പോയിന്റിന് പകരം ഒറ്റ മാസം കൊണ്ട് 4500 പോയിന്റ് സെൽഫും ടീമും കൂടി ചെയ്താൽ 11% എത്തുന്നതോടൊപ്പം തന്നെ കമ്പനിയുടെ ഫസ്റ്റ് നാഷണൽ റെക്കഗ്നൈസേഷൻ ആയിട്ടുള്ള ഫാസ്റ്റ് സ്റ്റാർട്ട് ബ്രോൺസ് ഡയറക്ടർ പെട്ടെന്ന് എത്താൻ പറ്റുമെന്നുള്ളതാണ്. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നിങ്ങളും നിങ്ങളുടെ ടീമും കൂടി, ഇവിടെ യാതൊരു തരത്തിലുള്ള സമയ പരിധിയുമില്ല എന്നുള്ളതാണ്. വളരെ ഫ്രീ ആയിക്കൊണ്ട് ചെയ്യാം. നിങ്ങളും നിങ്ങളുടെ ടീമും കൂടിയും 5500 പോയിന്റ് എത്തുന്ന സമയത്ത് കമ്പനിയുടെ ഫസ്റ്റ് നാഷണൽ റെക്കഗ്നൈസേഷൻ ആയിട്ടുള്ള ബ്രോൺസ് ഡയറക്ടർ എന്ന് പറയുന്ന റെക്കഗ്നൈസേഷൻ തരുന്നുണ്ടായിരിക്കും. ഈ സമയത്താണ് കമ്പനിയുടെ വിറ്റുവരവിന്റെ 4%, ബ്രോൺസ് ഡയറക്ടർ ബോണസ് 4%, അതുപോലെ ടീം ബിൽഡിംഗ് ബോണസ് 2% ലഭിക്കുന്നത്. ശരിക്കും വിന്നിംഗ് ടീമിന്റെ സിസ്റ്റം അനുസരിച്ചുകൊണ്ടാണ് നിങ്ങൾ കമ്മ്യൂണിറ്റി കൊമേഴ്സ് ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ വ്യക്തിക്ക് ഏറ്റവും മിനിമം നിലവിൽ ചെയ്യുന്ന ജോബിനോടൊപ്പം തന്നെ ഒരു പെർ മന്ത് 20,000 രൂപ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ മനസ്സിലാക്കണം, ഈ 20,000 രൂപ എന്ന് പറയുന്നത് നമ്മുടെ നിലവിലുള്ള ജോലിയോടൊപ്പം ഒരു അഡീഷണൽ കിട്ടുന്ന ഒരു വരുമാനമാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജോലിയോടൊപ്പം ഒരു 20,000 രൂപ അഡീഷണൽ കിട്ടുക എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. കാരണം നമുക്കറിയാം, ഇന്നത്തെ എക്സ്പെൻസുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു 20,000 എക്സ്ട്രാ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് പേയ്മെന്റുകൾ നമുക്ക് അതിലൂടെ നടത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി ഇതിലൂടെ ഹയർ ലെവലിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും, ഇതൊരു 20,000 എന്ന് പറയുന്നത് വലിയ ഇൻകം അല്ല, ഏതൊരു സാധാരണക്കാരനും ഫ്രീ ടൈം ചെയ്തുകൊണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻകമാണ്. അങ്ങനെയാണെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു ഡ്രീംസ് ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ സ്വപ്നതുല്യമായിട്ടുള്ള ഒരു വീട്, അതുപോലെ വാഹനം, ഫാമിലിയുമൊത്ത് വിദേശ യാത്രകൾ നടത്തുക എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഭാവി തലമുറക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ അസറ്റ് ബിൽഡ് ചെയ്യുക എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒരു പ്രൊജക്റ്റിലൂടെ ഇതെല്ലാം നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ ചെയ്യേണ്ടത് ടീം ഡിജിറ്റൽ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന ആളുകളെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളെപ്പോലെ ഈ ഒരു പ്രൊജക്റ്റിൽ സക്സസ് ആയി ചെയ്യുവാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ കണക്ട് ചെയ്തുകൊണ്ട് അവരെയും ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമാക്കുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ബ്രോൺസ് ഡയറക്ടർ ആയതുപോലെ തന്നെ നിങ്ങൾ ഒരു 6 ഓർഗനൈസേഷനെ കണ്ടെത്തുക. 6 ഓർഗനൈസേഷനെ കണ്ടെത്തിക്കൊണ്ട് ഓരോ ഓർഗനൈസേഷൻ സക്സസ്ഫുൾ ആക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാർഗറ്റ്. നിങ്ങൾ 20,000 രൂപ വാങ്ങിച്ചതുപോലെ ഈ 6 ഓർഗനൈസേഷനിലെ ഒരു ഓർഗനൈസേഷൻ, ഒരു ടീമിനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായി നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ ലഭിക്കുന്നുണ്ടായിരിക്കും. ആ പ്രൊമോഷൻ വിളിക്കുന്ന പേരാണ് സിൽവർ ഡയറക്ടർ. അതായത് നിങ്ങൾ കാരണം ഒരു കുടുംബത്തിലേക്ക് ഏറ്റവും മിനിമം ഒരു 20,000 രൂപയുടെ സമ്പത്ത് എത്താൻ ആ കുടുംബത്തിന് സാധിച്ചു എന്നുള്ളതാണ്. നിങ്ങളുടെ ബിസിനസ് ടേൺ ഓവർ കൂടുന്നുണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് കമ്മീഷൻ, ബിസിനസ് ബിൽഡിംഗ് ബോണസ് 14%, അതുപോലെ തന്നെ ലീഡർഷിപ്പ് ഓവർ റൈഡിംഗ് ബോണസ് 17% സിൽവർ ആവുന്ന വ്യക്തിക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും. ഇതിലെ ലീഡർഷിപ്പ് ഓവർ റൈഡിംഗ് ബോണസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടീമിൽ എത്രത്തോളം ഡിജിറ്റൽ കമ്മ്യൂണിറ്റി എക്സ്പാൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളെ ക്രിയേറ്റ് ചെയ്യുന്നുവോ അതിനനുസരിച്ച് കിട്ടുന്ന ഒരു വരുമാനമാണ്. ഈ ഒരു പ്രൊജക്ടിന്റെ ഏറ്റവും കൂടുതൽ വരുമാനം വരുന്ന ഒരു ഭാഗമാണ് ലീഡർഷിപ്പ് ഓവർ റൈഡിംഗ് ബോണസ് എന്ന് പറയുന്നത്. സോ സിൽവർ ഡയറക്ടർ ആയാൽ പോലും നിങ്ങൾക്ക് പെർ മന്ത് 35,000 റുപ്പീസ് വരെ ഏൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്തിയപ്പോൾ. അങ്ങനെയാണെങ്കിൽ 2 ഓർഗനൈസേഷനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അവരെയും ഇതുപോലെ സമ്പൽ സമൃദ്ധിയിലേക്ക് നിങ്ങൾ ഉയർത്തുകയാണെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന പ്രൊമോഷനെ വിളിക്കുന്ന പേരാണ് ഗോൾഡ് ഡയറക്ടർ. ഈ സമയത്ത് കമ്പനിയുടെ ട്രാവൽ ഫണ്ട് 3%,
ലഭിക്കുന്നുണ്ടായിരിക്കും. ഒരു 50,000 rupees പെർ മന്ത് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനാണ് ഗോൾ ഡയറക്ടർ എന്ന് പറയുന്നത് പെർ മന്ത്. അങ്ങനെയാണെങ്കിൽ ഒരു 3 ഓർഗനൈസേഷനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 3 കുടുംബങ്ങളിലേക്ക് ഏറ്റവും മിനിമം ഒരു 20,000 രൂപ എത്തിക്കാൻ സാധിച്ചാൽ ആ വ്യക്തിയെ സ്റ്റാർ ഡയറക്ടർ എന്ന് പറയുന്ന ഒരു റെക്കഗ്നൈസേഷൻ കൊടുക്കുന്നുണ്ടായിരിക്കും. ഈ സമയത്താണ് കമ്പനിയുടെ കാർ ഫണ്ടിൽ നിന്ന് 5% ഈ വ്യക്തിക്ക് ലഭിക്കുക. അതായത് പെർ മന്ത് 80,000 രൂപ വരെ EMI അടക്കാൻ മാത്രം കാർ ഫണ്ട് തരുന്നു എന്നുള്ളതാണ് ഈ കമ്പനി. ഏറ്റവും മിനിമം 3 ഓർഗനൈസേഷൻ 20,000 രൂപ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ സ്റ്റാർ ഡയറക്ടറിൽ 75,000 rupees പെർ മന്ത് ഏൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു 6 ഓർഗനൈസേഷൻ, അതാണ് 6 ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യണമെന്ന് പറയാൻ കാരണം 6 ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ക്രൗൺ ഡയറക്ടർ എന്ന് നിങ്ങൾ വിളിക്കുന്നുണ്ടായിരിക്കും. ഈ സമയത്താണ് കമ്പനിയുടെ ഹൗസ് ഫണ്ടിൽ നിന്ന് 3% വീട് വെക്കാൻ ഫണ്ട് 3% കമ്പനിയുടെ വിറ്റുവരവിൽ നിന്ന് ലഭിക്കുന്നത്. ഹൗസ് ഫണ്ട് എന്ന് പറയുമ്പോൾ മാക്സിമം പെർ മന്ത് 1 lakh rupees വരെ ഹൗസ് ഫണ്ട് ലഭിക്കുന്നുണ്ടായിരിക്കും. ഏറ്റവും മിനിമം ക്രൗൺ ഡയറക്ടറിൽ ഒരു വ്യക്തിക്ക് പെർ മന്ത് 1 lakh rupees ഏൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് 6 കുടുംബങ്ങളിലേക്ക് 20,000 രൂപയുടെ സമ്പൽ സമൃദ്ധി കൊടുത്തപ്പോൾ ആ വ്യക്തി 1 ലക്ഷം രൂപ ഈ ഒരു പ്രൊജക്റ്റിലൂടെ നേടാൻ സാധിക്കും എന്നുള്ളതാണ്. ഓരോ ടീമിലും എത്രത്തോളം വരുമാനം നിങ്ങൾ കൂട്ടിക്കൊടുക്കുന്നുവോ അതിനനുസരിച്ച് നിങ്ങളുടെ വരുമാനം കൂടുന്നുണ്ടായിരിക്കും. വെസ്റ്റേജ് കമ്പനിയുടെ 10 വരുമാനത്തിലെ 9 വരുമാനവും ക്രൗൺ ഡയറക്ടറിൽ ലഭിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് 6 ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യണം എന്ന് പറയാനുള്ള കാരണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 8 ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്ന് വിളിക്കുന്നുണ്ടായിരിക്കും. ഈ സമയത്ത് കമ്പനിയുടെ എലൈറ്റ് ക്ലബ് ബോണസ് 2%, അവസാനത്തെ ഫണ്ടായിട്ടുള്ള എലൈറ്റ് ക്ലബ് ബോണസ് 2% കൂടി തരുന്നുണ്ടായിരിക്കും. ഈ സമയത്ത് മാക്സിമം പെർ മന്ത് 20 lakh rupees എലൈറ്റ് ക്ലബ് ബോണസ് മാത്രം തന്നെ കമ്പനി കൊടുക്കുന്നുണ്ട്. ഒരു 5 to 10 lakh rupees പെർ മന്ത് ഏൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തിക്ക് യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ ആവുന്നതിലൂടെ നേടാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനിയും ഹയർ ലെവലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം 12 ഓർഗനൈസേഷൻ വിജയിപ്പിക്കുമ്പോൾ ഡബിൾ ക്രൗൺ ഡയറക്ടർ എന്നും 16 ഓർഗനൈസേഷൻ വിജയിപ്പിക്കുമ്പോൾ ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്നും വിളിക്കുന്നുണ്ടായിരിക്കും. ഇതാണ് ഹയർ ലെവൽ. ഇങ്ങനെയും നമുക്ക് പൊസിഷനുകൾ ഉണ്ട്. കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പൊസിഷനിലേക്ക് അവർക്ക് വളരെ എളുപ്പത്തിൽ എത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഇത് കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു പ്രൊജക്റ്റിലൂടെ ലഭിക്കുന്ന മറ്റൊരു നേട്ടമാണ് റെക്കഗ്നൈസേഷൻ. ഇവിടെ ക്രൗൺ ഡയറക്ടർ മുതലുള്ള വ്യക്തികളെ കിരീടം വെച്ചുകൊണ്ട് തന്നെ വലിയ വലിയ 10,000 കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു ഫാമിലി പ്രോഗ്രാമിൽ അവരെ റെക്കഗ്നൈസേഷൻ ചെയ്യുന്നുണ്ടായിരിക്കും വിന്നിംഗ് ടീം. കൂടാതെ വെസ്റ്റേജ് കമ്പനിയും അവരുടേതായിട്ടുള്ള റെക്കഗ്നൈസേഷൻ കൊടുക്കുന്നുണ്ടായിരിക്കും. ഇങ്ങനെ ഓരോ വ്യക്തിയും ഓരോ ലെവൽ അച്ചീവ് ചെയ്യുമ്പോൾ ഇതുപോലെ സക്സസ് ആഘോഷിക്കുന്നുണ്ടായിരിക്കും. ഇവിടെ സെലിബ്രേഷൻ ആയിരിക്കും. ഒരു സെലിബ്രിറ്റിയെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതിനേക്കാൾ വളരെ ശക്തമായി കൊണ്ട് തന്നെയായിരിക്കും ഇവിടെ ട്രീറ്റ് നടത്തുക. കൂടാതെ ഇന്റർനാഷണൽ ടീച്ചിങ് ആൻഡ് ട്രെയിനിങ്, അതായത് ഓരോ വ്യക്തിയിലും ഈ രൂപത്തിൽ ട്രാൻസ്ഫോർമേഷന് വിധേയമാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓരോ വ്യക്തിയുടെ കഴിവുകളെ പുറത്തേക്ക് എടുക്കുവാനുള്ള ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം കൂടിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന 3 റവല്യൂഷൻ, 3 ഇൻഡസ്ട്രികളാണ് ഡയറക്ട് സെല്ലിംഗ്, വെൽനസ്, ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2025 ഇന്ത്യയിൽ 64,500 കോടിയുടെ ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഇൻഡസ്ട്രിയാണ്. വെൽനസ് റവല്യൂഷനെ കുറിച്ച് പറയുന്നത് പോൾസൺ പിൽസർ എന്ന് പറയുന്ന എക്കണോമിസ്റ്റ്, അദ്ദേഹം 2000 എഴുതിയ ഒരു പുസ്തകമാണ് ദ വെൽനസ് റവല്യൂഷൻ. അതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇനി ലോകത്ത് 2020 തൊട്ട് 2050 വരെ ലോകത്തെ ഏറ്റവും കൂടുതൽ സമ്പന്നരെ വാർത്തെടുക്കാൻ പോകുന്ന ഒരു മേഖലയാണ് വെൽനസ് എന്ന് പറയുന്നത്. പോൾസൺ പിൽസറെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം 2 അമേരിക്കൻ പ്രസിഡന്റുമാരുടെ സാമ്പത്തിക ഉപദേഷ്ടാവ് കൂടിയായിരുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് തന്നെ ഈ ഒരു പുസ്തകത്തിൽ വെൽനസ് റവല്യൂഷന്റെ സാധ്യതയെ കുറിച്ച് പറയുന്നുണ്ട്. $1 ട്രില്യൺ റവല്യൂഷൻ ആണ് ഈ മേഖലയിൽ കടന്നു വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇ കൊമേഴ്സിന്റെ സാധ്യത ഇന്ത്യയിൽ 2025 $180 ബില്യൺ ആണ്
ഇന്ത്യയിലെ ഇ കൊമേഴ്സിന്റെ സാധ്യത 2025. ഡിയർ ഫ്രണ്ട്സ്, ഈ 3 ഇൻഡസ്ട്രിയും ഇന്ന് വളരെ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഹ്യൂജ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ 3 മേഖലയിൽ കടന്നു വരുന്നത്. ഡിജിറ്റൽ കമ്മ്യൂണിറ്റി കൊമേഴ്സിന്റെ സാധ്യതയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇന്ന് വെസ്റ്റീജുമായി കണക്ട് ചെയ്ത ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പൊട്ടൻഷ്യൽ ആണ് ആ വ്യക്തിക്ക് ലഭിക്കുന്നത്. കാരണം ഈ 3 ഇൻഡസ്ട്രിയുടെയും ഭാഗമാകാൻ വെസ്റ്റീജിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ അനന്ത സാധ്യതയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വെസ്റ്റീജ് പ്ലാറ്റ്ഫോം. മാത്രമല്ല, വെസ്റ്റീജിന്റെ ട്രാക്ക് റെക്കോർഡ് മാത്രം നിങ്ങൾ പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം 2020-ലാണ് കൊറോണ ബാധിക്കുന്നത് അല്ലെ. ആ ഒരു വർഷം പരിപൂർണമായി 2 വർഷത്തോളമായി കൊറോണ സിറ്റുവേഷൻ നമ്മളിൽ കടന്നുകൂടിയിട്ട് 2020 കൊറോണ സംഭവിച്ചു. 2020 ഒരുപാട് മേഖലകൾ താളം തെറ്റി തകർന്നുപോയി, തരിപ്പണമായി. അവിടെ നമ്മൾ മനസ്സിലാക്കണം, 2019-20 ഫിനാൻഷ്യൽ ഇയർ വെസ്റ്റീജ് ക്ലോസ് ചെയ്യുമ്പോൾ 2300 കോടിയിലാണെങ്കിൽ കൊറോണയുടെ ഭീതി പടർന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിങ്ങും വെൽനസും ഇ കൊമേഴ്സും എന്നുള്ളതിന് തെളിവാണ് 2020-21 റെക്കോർഡ് 2729 CR. അതായത് 2300 CR-ൽ നിന്ന് 2729 CR-ലേക്ക് ഈ ഇൻഡസ്ട്രി വളർന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സാധ്യതയാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. സോ വെസ്റ്റീജിന്റെ 2025 ടാർഗറ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ക്രിയേറ്റ് എ ബെഞ്ച് മാർക്ക് ഇൻ ദ ഗ്ലോബ്. ലോകത്തിലെ ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കുക എന്നുള്ളതാണ്. മിനിമം 50 കൺട്രീസ്, 50 രാജ്യങ്ങൾ കമ്പനിയുടെ വേരുറപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഇന്ന് 8 രാജ്യങ്ങളിൽ നിന്നാണ് ഡിജിറ്റൽ കമ്മ്യൂണിറ്റി കൊമേഴ്സിലൂടെ ഒരാൾക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതെങ്കിൽ നാളെ 2025 കൂടി 50 രാജ്യങ്ങളിൽ നിന്നുള്ള വെൽത്ത് ഒരു വ്യക്തിക്ക് നേടാൻ സാധിക്കുമെന്നുള്ളതാണ്. ലോകത്തിലെ 10 ടോപ്പ് 10 ഡയറക്ട് സെല്ലിംഗിൽ ഒരു കമ്പനിയായി ഇടം പിടിക്കുക എന്നുള്ള വലിയൊരു ടാർഗറ്റാണ് വെസ്റ്റീജ് ഏറ്റെടുത്തിരിക്കുന്നത്. 2025 ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് 64,500 കോടിയുടെ ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ 1/3 ഭാഗം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്ന ഇന്ത്യയിലെ ഏക കമ്പനി കൂടിയാണ് വെസ്റ്റീജ്. 20,000 കോടിയാണ് ഒരു ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് നിങ്ങളെ ആരാണോ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത് ആ വ്യക്തിയോട് നിങ്ങൾ കാര്യങ്ങൾ ഇനിയും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ചോദിക്കുക. തീർച്ചയായും ആ വ്യക്തി വളരെ സജീവമായി കൊണ്ട് ഈ ഡിജിറ്റൽ കമ്മ്യൂണിറ്റി എക്സ്പാൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഏതൊരു സാധാരണക്കാരനും ജീവിതത്തിൽ തിളങ്ങാൻ പറ്റുന്ന ഒരു ബൃഹത്തായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഡിജിറ്റൽ കമ്മ്യൂണിറ്റി കൊമേഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ സാധ്യത വളരെ വലുതാണ് എന്നുള്ളതാണ്. ഏതാനും കുറച്ച് പോയിന്റുകൾ മാത്രമാണ് ഇന്ന് നമുക്ക് ഈ ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ആരാണോ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് ആ വ്യക്തിയുമായി അതിന്റെ കാര്യങ്ങൾ ചോദിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. ചോദിക്കേണ്ടതും പഠിക്കേണ്ടതും ഡിജിറ്റൽ കമ്മ്യൂണിറ്റി കൊമേഴ്സ് അറിയുന്ന ആളുകളോടാണ്. അറിയാത്ത ആളുകളോട് ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് അവരിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ ലഭിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഡിജിറ്റൽ കമ്മ്യൂണിറ്റി കൊമേഴ്സിലൂടെ തിളങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭാവിയിലെ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമുമായിട്ട് മുന്നേറുക. നിങ്ങൾക്ക് ശക്തമായിട്ടുള്ള ഒരു തീരുമാനം ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു ആൻഡ് വിഷ് യു വെൽത്ത് ആൻഡ് വിഷ് യു സക്സസ് ആൻഡ് ബാക്ക് ടു MC മിസ്റ്റർ ബിജു കൃഷ്ണ. താങ്ക് യു അഫ്സൽ സാർ. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ഡിജിറ്റൽ കമ്മ്യൂണിറ്റി കൊമേഴ്സിന്റെ സാധ്യത അഫ്സൽ സാർ നമുക്ക് മനസ്സിലാക്കി തന്നു. ഏതൊരു വ്യക്തിയുടെയും വിജയത്തിന് പിന്നിൽ അവനെ മാറ്റങ്ങളെ മുൻകൂട്ടി കണ്ട് അതിലേക്ക് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അവരുടെ ലൈഫ് വളരെ രീതിയിൽ നല്ല സക്സസ് ആയിട്ടുണ്ടായിരിക്കും. സോ ഈ ഒരു അവസരം എല്ലാവരുടെ ലൈഫിലും വലിയ മാറ്റങ്ങൾ വരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. വിഷ് യു വെൽ. താങ്ക് യു അഫ്സൽ സാർ.